എല്ലാവർക്കും ഓണാശംസകൾ. അമേരിക്കയിൽ ഇപ്പോൾ തകൃതിയായി നമ്മുടെ സംഘടനകളൊക്കെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സദ്യയാണ്. ആ സദ്യ കഴിഞ്ഞേ മറ്റെന്തെങ്കിലും ഉള്ളൂ. പുലികളിയും കടുവാകളിയും അല്ലെങ്കിൽ പിന്നെ വടംവലിയും ഇതൊക്കെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ്, മറ്റ് കലാപരിപാടികൾ. പക്ഷേ നമ്മുടെ അമേരിക്കൻ സംഘടനകൾ പലപ്പോഴും ഈ നീണ്ട പരിപാടികൾ നടത്തി, അതിൻ്റെ കൂടെ പരിപാടികൾ നടത്തി അവസാനം ഓണസദ്യ വിളമ്പുന്നത് കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും അരോചകമായി തോന്നാറുമുണ്ട്. അതെന്തായാലും ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഓണം എന്ന് പറഞ്ഞാൽ സദ്യയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആ സദ്യ ഉണ്ണാനാണ് ആളുകൾ വരുന്നത്. ഇപ്പോൾ 12 മണിക്ക് ഒരു സമ്മേളനം, 12 മണിക്ക് ഓണപരിപാടി തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരു 12:30 ആകുമ്പോഴെങ്കിലും ഭക്ഷണം വിളമ്പും എന്നുള്ളൊരു ധാരണയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നമുക്കറിയാം, ഈ ഓണപരിപാടിക്കൊക്കെ വരുന്ന ആളുകൾ കൂടുതലും പ്രായമുള്ള ആളുകളാണ്. ചെറുപ്പക്കാരെ ഒന്നും അങ്ങോട്ട് കാണാറേ ഇല്ല. അപ്പോൾ പ്രായമുള്ള ആളുകൾ ഓർക്കും രാവിലത്തെ ഭക്ഷണം ചിലപ്പം ഒഴിവാക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പിന്നെ മരുന്ന് കഴിക്കേണ്ടവരുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഭക്ഷണം അനിശ്ചിതമായിട്ട് നീണ്ടു പോകുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഏതൊരു പരിപാടിക്കും, അത് ഓണപ്പരിപാടിക്ക് മാത്രമല്ല, ഏതൊരു പരിപാടിക്കും ഭക്ഷണവും അതുപോലെ തന്നെ ഇപ്പം ഈ ഫൊക്കാന ഫോമ സമ്മേളനത്തിലൊക്കെ ആണെങ്കിൽ താമസവും, ഈ രണ്ട് കാര്യങ്ങൾ ശരിയായാൽ തന്നെ കൺവെൻഷൻ ഒരു 60-70% വിജയിച്ചു. അതിൻ്റെ കൂടെ പിന്നെ അല്ലറ ചില്ലറ കലാപരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഐസിങ് ഓൺ ദ കേക്ക് എന്നാണ്, ആ കേക്കിൽ ഒരു ഐസിങ് വരുന്ന പോലെ സുഖമുള്ളൊരു കാര്യം. അപ്പം ഭക്ഷണവും താമസവും ഇപ്പം ഈ പിന്നെ വലിയ കൺവെൻഷനുകൾക്ക്, ഇനി ഓണസദ്യയാണ് പ്രധാനം. അത് കഴിഞ്ഞിട്ടേ കലാപരിപാടികളും പ്രസംഗങ്ങളും ഒക്കെ അതിന് പിന്നെ പ്രസക്തിയുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ നമ്മുടെ നേതാക്കളായിട്ടുള്ള ആളുകൾ ഈ ഓണപരിപാടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഈ സ്റ്റേജിൽ കയറി കഴിഞ്ഞ് മൈക്ക് കിട്ടിക്കഴിഞ്ഞ് ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരങ്ങ് നീട്ടിക്കൊണ്ട് പോകും. അവർ സംസാരിക്കും, അല്ല അവർ മറ്റുള്ളവർ സംസാരിക്കും, പിന്നെ ആദരിക്കലും അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങ് നീണ്ടു പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് മറന്നു പോകുന്നത്. സ്റ്റേജിൽ നിൽക്കുന്നവർ ഓർക്കുകയില്ല, പക്ഷേ താഴെ ഇരിക്കുന്നവരുടെ ആ മനസ്സെന്താണെന്ന് ഓർക്കില്ല. അതിപ്പോൾ നമ്മൾ കൺവെൻഷനുകളിലൊക്കെയാണ്, ഇപ്പോൾ ബാങ്കറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കറ്റ് ഭക്ഷണത്തിനാണ് ആളുകൾ വരുന്നത്, കലാപരിപാടി കാണാനല്ല, അല്ലെ പ്രസംഗങ്ങൾ കേൾക്കാനല്ല. ഇനി പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ പ്രസംഗങ്ങൾ നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല. ഭക്ഷണം ചെവി കൂടെ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കലാപരിപാടി ഒരു ഡാൻസ് നടത്തുകയാണെങ്കിൽ നമുക്കറിയാം, ഇത് കാണേണ്ടി വരുന്നു. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാണുക കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ കേൾക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ലല്ലോ. അപ്പം ഈ ഭക്ഷണത്തിനോടൊപ്പം തന്നെ പ്രസംഗങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നോട്ടെ. അതുപോലെ തന്നെ പാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കലാപരിപാടികളും. അതല്ലാതെ ഈ ഭക്ഷണം കഴിഞ്ഞ് പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞേ ഭക്ഷണമാകൂ എന്നുള്ളൊരു പിടിവാശിയുടെ ഒന്നും ഒരാവശ്യമില്ല. ആളുകളെല്ലാം ബുദ്ധിയുള്ള ആളുകളാണ്, കേൾക്കാനുള്ളവരെല്ലാം കേൾക്കും. ഇനി ഇത്ര പേര് കേട്ടിരിക്കണം എന്ന് ശടിക്കുന്നതും ശരിയല്ല. ആവശ്യമുള്ളവർ കേൾക്കും, ആവശ്യമില്ലാത്തവർ ഏത് സമയത്ത് പറഞ്ഞാലും പിന്നെ അവർ കേട്ടൊന്നും വരില്ല. കേട്ടാൽ തന്നെ അതിന് പ്രയോജനവും ഉണ്ടാവാറില്ല. അപ്പോൾ അത് എല്ലാ സംഘാടകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും ഭക്ഷണം പറയുന്ന സമയത്ത് നിന്ന് ഒരു 15-20 മിനിറ്റൊക്കെ വൈകി കൊടുക്കുന്നതിന് തിരക്കേടില്ല. എന്നല്ലാതെ അനിശ്ചിതമായിട്ട് നീളുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഈ ഓണക്കാലത്തൊക്കെ ഭക്ഷണം ഇല്ലാതാകുന്നത്, പിന്നെ ചോറ് തീർന്നു അല്ലെങ്കിൽ കറികൾ തീർന്നു പറയുന്നതും ഒരു അരോചകമാണ്. അപ്പോൾ അത് മുൻകൂട്ടി തന്നെ ഏകദേശം എത്ര ആൾ വരുമെന്നും ഇത്ര പിന്നെ ഭക്ഷണം വേണമെന്നും ഉള്ള ഒരു കണക്ക് ഉണ്ടായിരിക്കണം. അതനുസരിച്ചുള്ള പിന്നെ പാചകം ആവശ്യവുമാണ്. അതിന് ഒന്നും ഒരു അലംഭാവം കാണിക്കാൻ പാടില്ല എന്നാണ് തോന്നിപ്പോയിരിക്കുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാതെ കൂടുതൽ ആളുകൾ വരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കഴിയുന്നത്ര അത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഭാരവാഹികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പൈസയൊക്കെ മേടിച്ചിട്ട് നടത്തുന്ന ആഘോഷങ്ങളിൽ. അതുപോലെ തന്നെ ഒരുപാട് പേര് ഉള്ള സദ്യകളിൽ പിന്നെ ഒരു ട്രിപ്പിൽ 100 പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂവെങ്കിൽ എത്ര ട്രിപ്പാണെന്ന് ഏകദേശം പിന്നെ തീരുമാനിച്ചിട്ട് ഈ ഒന്നാം തവണ നിങ്ങളിരിക്കുക, 2ാം തവണ എന്ന് ആ രീതിയിൽ എന്തെങ്കിലും ഒരു മാനദണ്ഡമൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം ഇതെല്ലാ വർഷവും ആവശ്യമുള്ള കാര്യമാണ്. ഒരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇങ്ങനെ ഈ ഓണക്കാലത്ത് അതിന് ഈ ഭക്ഷണം, ഓണസദ്യ അതാവട്ടെ പ്രധാനം. ബാക്കി കലാപരിപാടികൾ അതിൻ്റെ പിന്നാലെ അതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രസംഗങ്ങളും ഈ ഭാരവാഹികളുടെ പ്രകടനങ്ങളും അത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം അതായിരിക്കും എന്ന് കരുതി അവർ കഷ്ടപ്പെട്ട് ഓരോ പരിപാടികളും സംഘടിപ്പിച്ചിട്ട് അവർക്ക് മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നതും ശരിയല്ല. പക്ഷേ അത് ഈ പിന്നെ
ഭക്ഷണത്തിനിടയിലും പ്രസംഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിപ്പോകുന്നു. എന്തായാലും ഇത് നമ്മുടെ ഓണക്കാലം മധുരതരം ആകട്ടെ, നമ്മുടെ സദ്യകളൊക്കെ കേമമാകട്ടെ, കലാപരിപാടികളും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.